2024 ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു ഭ്രമയുഗം. ഭൂതകാലത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയായിരുന്നു. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ ചിത്രം പ്രേക്ഷകർക്ക് പുതിയൊരു ദൃശ്യാനുഭവമായിരുന്നു. കൊടുമൺ പോറ്റിയായും ചാത്തനുമായുള്ള മമ്മൂട്ടിയുടെ പ്രകടനം കേരളത്തിന് പുറത്തും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ചിത്രത്തിനോട് മമ്മൂട്ടി നോ പറഞ്ഞിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ. മമ്മൂട്ടി നോ പറഞ്ഞിരുന്നെങ്കിൽ ഭ്രമയുഗം എന്ന സിനിമ തന്നെ സംഭവിക്കില്ലെന്ന് രാഹുൽ സദാശിവൻ പറഞ്ഞു. അദ്ദേഹത്തെ മനസ്സിൽ കണ്ടാണ് ഓരോ സീനും എഴുതിയതെന്നും മമ്മൂട്ടിയല്ലാതെ മറ്റൊരു ഓപ്ഷൻ തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കൊടുമൺ പോറ്റിയായി മമ്മൂട്ടിയുടെ രൂപം ആദ്യമേ തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നെന്നും സുഹൃത്തിനെ കൊണ്ട് വരപ്പിച്ചിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു. കഥ പറയാൻ വേണ്ടി ചെന്നപ്പോൾ ആ സ്കെച്ച് അദ്ദേഹത്തെ കാണിച്ചെന്നും സംഗതി കൊള്ളാമെന്ന് മമ്മൂട്ടി പറഞ്ഞെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. മമ്മൂട്ടിയാണ് ചാത്തൻ എന്ന് പറയുന്ന ഭാഗമായിരിക്കാം അദ്ദേഹത്തെ ഏറ്റവുമധികം എക്സൈറ്റ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നെന്ന് രാഹുൽ പറഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുന്ന സിനിമ എന്ന കാരണവും 3 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതും മറ്റു കാരണങ്ങളായിരിക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. 15 മിനിറ്റ് കൊണ്ട് താൻ സിനിമയിലെ ഏകദേശ കഥ പറഞ്ഞെന്നും അതിൽ തന്നെ മമ്മൂട്ടി എക്സൈറ്റഡ് ആയെന്നും രാഹുൽ പറഞ്ഞു. മമ്മൂക്ക ഭ്രമയുഗത്തിനോട് നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ സിനിമ തന്നെ സംഭവിക്കില്ലായിരുന്നു. എൻ്റെ മുന്നിൽ മറ്റൊരു ഓപ്ഷനില്ല. സിനിമയുടെ കഥ തയ്യാറാക്കുമ്പോൾ തന്നെ കൊടുമൺ പോറ്റിയായി മമ്മൂക്കയായിരുന്നു. എൻ്റെ കയ്യിലൊരു സ്കെച്ചൊക്കെ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിൻ്റെ രൂപത്തിൽ മമ്മൂക്ക വന്നാൽ എങ്ങനെയുണ്ടാകുമെന്നുള്ള ധാരണയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് വരപ്പിച്ചതായിരുന്നു. മമ്മൂക്കയോട് കഥ പറയാൻ ചെന്ന സമയത്ത് ആ സ്കെച്ച് അദ്ദേഹത്തെ കാണിച്ചിട്ട് ഇതാണ് എൻ്റെ മനസ്സിലുള്ള രൂപം എന്ന് പറഞ്ഞു. പുള്ളി അത് കണ്ട് സംഗതി കൊള്ളാമെന്ന് പറഞ്ഞു. ഈ പടത്തിൽ മമ്മൂക്കയാണ് ചാത്തൻ എന്ന് റിവീൽ ചെയ്യുന്ന പോർഷനാണ് അദ്ദേഹത്തിനെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. അത് കേട്ട ഉടനെ പുള്ളി ഓക്കെ പറഞ്ഞു. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുക്കുന്നതെന്നും 3 പേർ മാത്രമേ ഉള്ളൂ എന്നതും പുള്ളിയെ കുറച്ചുകൂടി എക്സൈറ്റ് ചെയ്യിച്ചിട്ടുണ്ട്, രാഹുൽ സദാശിവൻ പറഞ്ഞു.